എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. UDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരത്തെ രാജിവെച്ച് 15ാം നിയമസഭാ കേരള ഗവർണർ ആർലേക്കർ പിരിച്ചുവിട്ടു. UDF 102 സീറ്റ് നേടിയതുകൊണ്ട് തന്നെ പുതിയ സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള കാലതാമസം മാത്രമാണ് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ളത്. ഒരു ഏകാധിപത്യ സ്വഭാവമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാകും. 3 നേതാക്കളാണ് മുന്നിലുള്ളത്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ഇവരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകും. തുടർന്ന് പൊതുവായ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെയും ചില മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യ സഭാ സമ്മേളനം വിളിച്ചു തീർക്കും. ഗവർണറുടെ നയപ്രഖ്യാപന സമ്മേളനത്തിന് ശേഷം ആദ്യ ധനമന്ത്രിയുടെ നയപ്രഖ്യാപനത്തിന് ശേഷം പുതിയ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം ഉണ്ടാകും. ഈ ബജറ്റിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കും. ഒരുപാട് വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ 5 വർഷം കൊണ്ട് 3000 രൂപയാക്കും എന്നാണ് ഒരു വാഗ്ദാനം. ഇതിൽ ചെറിയൊരു വർധനവ്, അതായത് 100 രൂപയുടെയെങ്കിലും വർധനവ് ഈ ബജറ്റിൽ തന്നെ ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാൽ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാർ വലിയ കടബാധ്യത പുതിയ സർക്കാരിന്റെ തലയിൽ കയറ്റിവെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ ഒരു ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിലവിലെ പെൻഷൻ 2000 രൂപ തുറന്ന് നൽകാനായിരിക്കും സാധ്യത എന്നും വിവരങ്ങളുണ്ട്. മെയ് മാസത്തെ പെൻഷൻ കൃത്യസമയത്ത് തന്നെ ലഭിക്കും. നേരത്തെ തന്നെ ഉത്തരവ് ഇറക്കിയത് കൊണ്ട് തന്നെ വലിയ താമസം ഇല്ലാതെ പെൻഷൻ തുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലും ബാക്കിയുള്ളവർക്ക് കയ്യിലും എത്തിച്ചേരുന്നതാണ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ ഉത്തരവ് ഒരുമിച്ചാണ് സർക്കാർ ഇറക്കിയത്. ഇപ്പോഴും LDF സർക്കാരിന്റെ കാലാവധി നിലനിൽക്കേണ്ട സമയമാണ്. എന്നാൽ ഭൂരിപക്ഷം നഷ്ടമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജി വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ്. ഭരണ ചുമതലയിൽ തുടരണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം 15ാം നിയമസഭ ഗവർണർ പിരിച്ചുവിട്ടു. അപ്പോൾ ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും 25ാം തീയതിയാണ് നമുക്ക് പെൻഷൻ സാധാരണഗതിയിൽ ലഭിക്കാറുള്ളത്. അതിനു മുമ്പ് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം മറിച്ചാണ്. സംസ്ഥാന സർക്കാർ ഇലക്ഷന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു എന്ന് വേണം കരുതാൻ. ഫെബ്രുവരി മാസത്തിലാണ് വിതരണം ആരംഭിച്ചത്. മാർച്ചിൽ ഇലക്ഷന് മുമ്പും അത് വിതരണം ചെയ്തു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ നടപടികളൊന്നും പിന്നീടുണ്ടായില്ല. ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തില്ല. പുതിയ സർക്കാരിന്റെ ബജറ്റിന് ശേഷമായിരിക്കും ഇനി ഈ പദ്ധതി തുടരുകയാണ് എങ്കിൽ സഹായം ലഭിക്കുക. ഇല്ല എങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നിരവധി പേർ അപേക്ഷ നൽകി ഇത്രയും ആളുകൾ കാത്തിരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഉപേക്ഷിക്കാനുള്ള സാധ്യതയും ഇല്ല. പിണറായി സർക്കാർ തുടങ്ങിയതുപോലെ തന്നെ നിർത്തിയ പദ്ധതിയാണ്. ഇനി ഇത് വീണ്ടും തുടങ്ങണമെങ്കിൽ UDF സർക്കാരിന്റെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 18 മാസത്തെ കുറിച്ച് മുഴുവൻ നൽകും എന്ന് പറഞ്ഞിരുന്ന LDF സർക്കാർ 5 മാസത്തേത് മാത്രമാണ് നൽകിയത്. 13 മാസത്തേതും കഴിഞ്ഞ മാസത്തേതും അടക്കം 14 മാസത്തേത് വീണ്ടും കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രവാസി പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പെൻഷനുകളാണ് LDF സർക്കാർ കുടിശ്ശികയായി ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇതെല്ലാം UDF സർക്കാർ കൊടുത്ത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാം ബജറ്റിന് ശേഷമായിരിക്കും കൂടുതൽ ഒരു വ്യക്തത വരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.